എല്ലാരും നോക്കി നിൽക്കുമ്പോ എന്നെ ചാടിച്ചാടിയാടാ അവൻ കയറി അടിച്ചേ. അതെ ബ്രോ, അവന് നമുക്ക് തിരിച്ചടിക്കണ്ടേടാ. തിരിച്ചടിക്കണം ബ്രോ. വെറുതെ ജോലിക്ക് പോടാന്ന് പറഞ്ഞോണ്ടിരുന്ന ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞതല്ലേ. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യാനൊന്നുമല്ല പോകുന്നത്, റിസൈൻ ചെയ്യാനാ പോകുന്നത്. വന്നിട്ട് കാണിച്ചുതരാം ഞാൻ ആരാണെന്ന് അവനെ അറിയില്ല. റോട്ടിൽ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കാതെ ഏയ് സുമി, മറ്റേ ചാനലിലുള്ള പ്രോഗ്രാം ഒന്നും ശരിയല്ല. ബ്രോ 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 ഈ ഓണറുടെ റൂം എവിടെയാ? ഓണർ റൂമോ? അതാ മോനെ ഈ ടി വി കമ്പനിയുടെ ഓണർ. ഓ, MD റൂമോ? ഓണർ എന്ന് വെച്ചാ MD എന്നാണ്. അതുപോലും അറിയില്ലേ? MD തന്നെയാ. അങ്ങനെയാണോ? ഓണർ എന്ന് വെച്ചാൽ MD എന്നാണോ? ഇത് നമ്മുടെ ടീച്ചർ പഠിപ്പിച്ചെന്നില്ലല്ലോ. നമ്മുടെ ഏരിയയിൽ പോയ ഉടനെ ഇതിനെ കുറിച്ച് മദർ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചേ തീരൂ. നിക്ക് ആരാ നീ? ആരാ നിന്നെ അകത്ത് വിട്ടത്? എവിടെ പോണു? ആരെ കാണാൻ പോന്നു? MD കാണാനാ പോകുന്നത്. MD എന്റെ അടുത്ത് പറയാതെ നിന്റെ അടുത്ത് മാത്രം പറയോ? ശരി ശരി, നീ കൊറിയർ ഇടുന്ന പയ്യനല്ലേ? അല്ലല്ലോ. വാട്ടർ ക്യാൻ ഇടുന്നോ? നീ എന്താ ഇടുന്നേ? എന്നെ കണ്ട മനുഷ്യനായിട്ട് തോന്നുന്നില്ലേ? എന്താ കളിയാക്കുവാണാ? നീ കടൽ കണ്ടിട്ടുണ്ടോ? കാശിമേട് കണ്ടിട്ടുണ്ടോ? ഓർത്തു കളയും നിന്നെ. നമ്മളെയാണോ കളിയാക്കുന്നത്? പോയ നിന്നെ ഞാൻ വിട്ടുകളയോ മോനെ. സാർ നമസ്കാരം സാറേ. ആ വാടോ, നീ വിനോദിന്റെ അനിയനല്ലേ? അതെ സാറേ. എന്താ ചെയ്യുന്നത്? സാറേ ഞാൻ വലിയ ഫുട്ബോൾ പ്ലെയറാ. ഐ എം വെരി ബിസി ഷെഡ്യൂൾ സാറേ. മോർണിംഗ് ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യും, ഈവനിങ് ഞാൻ പോയി എന്റെ ആളെ കാണും. ഞാൻ ചിരിച്ചോണ്ടിരിക്കും, പക്ഷെ അവൾ എന്നെ തുറച്ചു നോക്കും. എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കേട്ടി ഞാൻ സെറ്റിൽ ആവണം. ഇതാണ് സാറേ എന്റെ ആഗ്രഹം. നല്ല അംബീഷൻ തന്നെയാ സാറേ. ഈ ജോലിയൊന്നും എനിക്ക് സെറ്റ് ആവത്തില്ല, ചേട്ടനടുത്ത് പറഞ്ഞേക്ക്. ഞാനും അത് തന്നെയാ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സാറേ. പോടേ പോടേ. സക്സസ് എടുത്തു ഫുട്ബോൾ പ്ലെയറാ ഞാൻ. എന്റെ അടുത്ത് പോയി ക്യാമറ തുടക്കാൻ പറയുവാണോ? നിക്കേ, ഇപ്പൊ അങ്ങോട്ടാ പോണേ? നിനക്ക് ലെഫ്റ്റ് എൻട്രി, ഇങ്ങോട്ട് പോ. ക്യാമറ റൂം ഇതിനകത്തല്ലേ? ക്യാമറ റൂം ഇവിടെ തന്നെയാ. നീ പോവേണ്ടത് പുറത്ത്, അങ്ങോട്ട് പോ. ഏയ് നിന്റെ MD എന്നെ ജോലിക്ക് ചേർത്തറാ. ഞാൻ എല്ലാം കേട്ടു. നിന്നോട് അവർ പുറത്തല്ലേ പോവാൻ പറഞ്ഞേ? അകത്ത് ക്യാമറമാൻ മഹേഷ് ഉണ്ടാവും. ആ ക്യാമറ എല്ലാം തുടച്ചു വെച്ചേക്ക്. ഞാനാ? ഡേയ് പോടേ. എന്താന്നറിയത്തില്ലല്ലോ, വഴക്ക് പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. ഒളിച്ചിരുന്ന് കേൾക്കുവാണെങ്കിൽ രണ്ട് കാതും കേൾക്കാം. ഞാൻ ആരാണെന്ന് അറിയാതെ കൺഫ്യൂഷൻ ആയല്ലോ. എടാ മോനെ, എന്താ നിനക്ക് ഒരു ചാനൽ വർക്കിന് പറ്റിയ പയ്യനെ സെലക്ട് ചെയ്യാൻ അറിയില്ലേ നിനക്ക്? അവനെ കണ്ടാലേ ട്രെയിനിലും ബസ്സിലും പോക്കറ്റ് അടിക്കണ പയ്യന്റെ മാതിരിയുണ്ട്. കാതില് കമ്മലിട്ടിട്ടുണ്ട്, കഴുത്തിൽ ചെയിനിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണു. നീ എന്തോന്ന് ചിറ്റപ്പ? എന്താ നീ എല്ലാ ദിവസവും ചിറ്റപ്പൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ? ദേഷ്യമായിട്ടുണ്ട്. ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. പയ്യനാടാ നിന്റെ വാലന്റെ അടുത്ത് ആട്ടണ്ടടാ. ഞാൻ നിന്നെ തൊടാതെ തന്നെ ഊതുവടാ നിനക്ക് ശങ്ക്. മോനെ ഇനി നീയാടാ എനിക്ക് എന്റർടൈൻമെന്റ്. എന്താടാ അവന് കിട്ടിയോ? എന്തേ നമ്മളെ പണം പിടിച്ചിട്ട് അവൻ എസ്കേപ്പ് ആയിരുന്നോ? നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് വിചാരിച്ചല്ലേ? ഞാൻ കാണിച്ചു ചെയ്ത് തൊലക്കേ. ഹലോ പറയടാ പൊന്നു. കള്ളപ്പൈല് അവൻ വിടുന്നില്ല. ഇതാ വരുന്നു. ഞാൻ വലിയ ഓഫീസറല്ലേ. എല്ലാ ജോലികളും എന്റെ തലയിൽ വെച്ചെന്നേ. ഞാൻ ഇപ്പൊ വരാം. എപ്പോ പോകുന്ന പറയാൻ പറ്റില്ലല്ലോ. 2-3 ദിവസത്തിനകം വരാം. വിഷമിക്കാതെ ഉറങ്ങു പോന്നേ. എന്താ ഓഫീസറെ, പ്രേമാണോ? നീ പോടാ. വലിയ ഏടാക്കൂടത്തിൽ കൊണ്ടുവന്ന് ചാടിച്ചു. എല്ലാം ഇവനെ കൊണ്ടാ. വേണ്ട വിട്, പറഞ്ഞ കേട്ടില്ല. ചെല്ല്. പറഞ്ഞ കേക്കില്ല, വെറുതെ ശല്യം ചെയ്തോണ്ട്. അതെ, പ്രോജക്ട് ഫയൽ സിഒക്ക് കൊടുത്തോ? വർക്ക് കഴിഞ്ഞോ? ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ചെറിയ ചെറിയ കറക്ഷൻ മാത്രം മതി. അപ്പൊ തന്നെ തരും. ഓക്കെ. അത് ചേഞ്ച് ചെയ്തോ? ഇതാണ് ഫസ്റ്റ്.